ഹലോ ബ്രോ, ഞാനിങ്ങനെ പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ലാത്ത ആളാണ് KL ബ്രോ. ഇങ്ങനെ ഒരു ഒക്കേഷനിൽ ഞാൻ വരുമെന്നുള്ളത് ഒരു തരത്തിലും വിചാരിച്ചിരുന്നില്ല. അതെ, എന്റേതായ സമയമുണ്ട് ദാസ എന്ന ഡയലോഗ്. ഞങ്ങൾ എങ്ങനെ ജീവിച്ചിനോ, എന്താ നമ്മളെ കഴിഞ്ഞുകൂടിയ കാലഘട്ടം എന്നുള്ളത് ഒരു രാത്രി കിടന്നാലും എന്റെ മനസ്സിന്ന് പോകില്ല. പിന്നെ എന്റെ ഇഷ്ടാണ്, ഞാൻ ആദ്യം എന്റെ മോനെ ഈ പണിപ്പെട്ടിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ ഒരു എന്റെ ഇവിടെ കിടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരോട് എടുത്ത ബസ്സാണ്. അവരത് കൊടുത്തോണ്ട് എനിക്ക് പണിയില്ലാണ്ടായി. ആ പണിയില്ലാത്ത സമയത്ത് അമ്മക്കൊരു ഹാർട്ടിനൊരു ഇത് വന്നിരുന്നു. പിന്നെ അത് കുറച്ച് നമ്മൾ നീട്ടി കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വൈഫിനൊരു ഓപ്പറേഷൻ വന്നു. അമ്മയ്ക്ക് മോനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. എന്താണ് മാജിക്? മാജിക് ഒന്നുമില്ല, അമ്മ നമ്മളെ മോളെ പോലെയാണ് കാണുന്നത്. ഭയങ്കര രസമുള്ള ചിരിയാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ട്രേഡ് മാർക്കാണ് ഈ പല്ല് കാട്ടിയുള്ള ചിരി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഇന്നസെൻസ്. പല്ല് കാണിച്ച് ചിരിക്കലില്ലേനോ ആദ്യമല്ല. ഞാൻ ബിജുവാട്ടനാന്ന് പെണ്ണ് കാണാൻ വന്ന പിന്നെ ഞാൻ അറിയാണ്ട് ഇങ്ങനെ പല്ല് വിട്ട് ചിരിച്ചു പോയി. ബിജുവാട്ടൻ അന്ന് പറഞ്ഞു, നീ ഇങ്ങനെ പല്ല് വിട്ട് ചിരിച്ചതാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിന്, അതിലാന്ന് ഞാൻ വീണത് എന്ന് പറഞ്ഞു. കല്യാണം കഴിച്ചത് കർണാടകത്തിലാണ്. വലിയൊരു ചരിത്ര സംഭവം പറയണ്ട, എല്ലാവർക്കും അറിയായിരിക്കും. നാട്ടിൽ പണ്ടൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് ജോബ് അങ്ങനെ മറ്റൊരു സംഭവം എല്ലാം കേട്ടിട്ടുണ്ടാവും. എന്റെ ഭാര്യ പ്രത്യേകം അന്വേഷിച്ചായിട്ട് പറയാൻ പറഞ്ഞു. നിങ്ങളുടെ വീഡിയോസ് സ്ഥിരം കാണാറുള്ള ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, KL ബ്രോ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അടുക്കളയിൽ അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ അതേപോലെ ചിത്രീകരിച്ച് കാണിക്കും. അതാണ് വിജയം എന്ന് പറഞ്ഞു. ശരിക്കും അതാണോ വിജയം? നമ്മള് ചില സാധനം പൊട്ടിപ്പോക്കുണ്ട്. ഈ പൊട്ടിപ്പോകുന്ന സാധനങ്ങൾ കാണിക്കൂലേ? എങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട് കൊറേ. അങ്ങനെ ഒരിക്കൽ കേക്ക് ആക്കിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട, അങ്ങനെ കാണിക്കണ്ട. വീഡിയോ തുടങ്ങിയിട്ട് ലാസ്റ്റ് ഇത് ഈ കേക്ക് അടുക്കി പിടിച്ചോയെ വോട്ട് ചെയ്യും. ഒരു 10 ലക്ഷത്തിലധികം ആൾക്കാരാണ് വീഡിയോ. പക്ഷെ ഇത്രയും പണിയെടുത്തോണ്ട് ഈ പൊട്ടിയിട്ട് എനിക്കത് നിർത്താൻ പറയുമ്പോ എനിക്ക് ഞാൻ പറഞ്ഞു, സാറില്ല ആൾക്കാർ മനസ്സിലാക്കി പൊട്ടിയാ പൊട്ടിയതല്ല, ആരും കാണൂല. എങ്ങനെ ചെയ്യരുത് എന്നൊരു മെസ്സേജ് കൂടെ കൊടുക്കാം. എങ്ങനെ ചെയ്യാ, എങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അതിന് പഠിക്കാലോ. ഈ കയറി വന്നിട്ട് ഇത്തരം കാര്യങ്ങളല്ല ഞാൻ ചോദിക്കേണ്ടത്, കുഞ്ഞിന്റെ വിശേഷമാണ് ഞാൻ ചോദിക്കേണ്ടത്. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം കുഞ്ഞിന്റെ കാര്യം. ഉറക്കമാണല്ലേ? ഉറങ്ങി. ഇപ്പം പകലും രാത്രിയൊക്കെ ഉറങ്ങുമോ? അതെ, കുഴപ്പമില്ല. ഒന്ന വിഷയത്തിന് ഉറങ്ങും, അങ്ങനെ എണീക്കും. ടൈം മാറി തുടങ്ങിയില്ല. ടൈം വന്നില്ല, ഓന്റെ ഇഷ്ടത്തിന് ആദ്യമൊക്കെ ചിലപ്പോ നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷെ ഒന്നും വിചാരിക്കില്ല, എപ്പോഴും പ്രതികൂലം. ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ചെറുത് തന്നെ 1.5 വയസ്സാണ്. അവളുടെ പേര് യാമിക എന്നാണ്, ചെറുതിന്റെ പേര്. 1.5 വയസ്സായി. അച്ഛനമ്മ ഉറക്കില്ലാന്നേ, ഉറങ്ങി കഴിഞ്ഞാൽ ഊട്ടിപ്പോ അടിക്കും. വലുതിൻ്റെത് ഇപ്പോ 11 വയസ്സായി. അവളും അച്ഛനമ്മയുടെ കൂടെയാ. അവളുടെ മീതെ കയറി ഇരുന്ന് അവളെ ഉണർത്തിയിട്ടേ പോവുള്ളൂ. ഇവനെ കാണാൻ പറ്റില്ല, പിടിച്ചിറത്തിക്കോ. ഞാൻ ഭയങ്കര ഓട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോല്ലേ, ആദ്യത്തെ ദിവസം ഭയങ്കര ബോറടിയായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഈ 5 റൂമുണ്ട്. ഇവിടെ 5 ഫാമിലീസ് കുട്ടികളുണ്ടല്ലോ. ഇവർക്ക് എല്ലാവർക്കും 2 കുട്ടികളുണ്ട്. ഇപ്പൊ മൂത്ത കുട്ടികളെല്ലാം ഫ്രീയാ, 2 പെൺകുട്ടികൾ 1 ആൺകുട്ടി. ഇവരെല്ലാം കൂടി ടീമായി നോക്കുമ്പോൾ ഇവര് ഫുൾ കളിയാണ്. ഇവിടെ ഭയങ്കര ജോലിയാണ്. അതുകൊണ്ട് ഭയങ്കര ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ഇല്ല, ഒരു സമയമില്ല. കുറച്ച് സമയം ഞങ്ങൾ കൂടെ വരുവോ? വരൂലേ? എന്തെങ്കിലും ഒന്ന് പറയൂ ഋതിക്ക്. എന്റെ പേരെങ്കിലും ചോദിക്കോ? പേര് ചോദിക്കോ? എന്റെ പേര് ചോദിക്കോ? എന്നാ പേര് എന്നാണോ ചോദിക്കണേ? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 3-ാം ക്ലാസ്സിലോ? ഏത് സ്കൂളാ? ഏത് സ്കൂളാ? നല്ല പഠിക്കോ? കഥയൊക്കെ എഴുതോ? അച്ഛനെ പോലെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുവോ? കഥ കൊടുക്കോ? അച്ഛന് കഥ കൊടുക്കോ? കഥയൊന്നും ഇല്ലായിട്ടില്ലേ, ഷോർട്സ് എടുക്കാൻ ഭയങ്കര കുറച്ച് പാടാണ്. ഇവന്റെ കഥ ഒരു കഥ ഒരു 2 കൊല്ലം വേണല്ലോ. അച്ഛൻ കളിക്കാനും പോകുന്നു. പക്ഷേ ഷോർട്സ് എടുക്കാൻ ഞാൻ കഥയൊന്നും കിട്ടിയിട്ടില്ല. കഥയില്ല. അത് ഞാനില്ലേ പിന്നെ ആത്ന്ന് എന്തെങ്കിലും എടുത്തിട്ട് വരും. അപ്പൊ അമ്മ കാണും. എല്ലാം മറ്റേ ഒന്നിനും ജീവിതത്തിൽ നടത്തി എടുത്തിട്ട് ചെറുതെല്ലാം തിട്ടുണ്ട്. ഒറിജിനൽ ജീവിതത്തിൽ എന്താ എന്നിട്ട് എടുത്തോണ്ട് വരിക? അല്ല, ഇങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ട് അമ്മ കാണൂല. അമ്മ പറഞ്ഞു കൊടുക്കും. എല്ലാം മറ്റേ കഥയിൽ ഒന്നെ പറയും.
അത് ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, അതിനെ കഥയാക്കിയില്ലേ. ബ്രോയുടെ മൊത്തത്തിലുള്ളൊരു ജീവിതം നോക്കുമ്പോൾ ബസ്സിലെ പണിക്കാരനായിരുന്നിട്ട് ഇപ്പോൾ വലിയ വണ്ടിയൊക്കെ സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയുന്ന ശേഷിയുള്ളപ്പോഴും ബ്രോ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ലൈഫ് സ്റ്റൈലിൽ ഭൗതികമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കാറിൻ്റെ ഒരു ഇത് മാറി, അല്ലെങ്കിൽ കമ്പനി മാറി, വലിയ കാറായി എന്നൊക്കെ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു. അത് അങ്ങനെ തന്നെ സ്ട്രിക്ട്ലി അങ്ങനെ മതിയെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ വെച്ചാൽ ഇതിലൊരു സുഖമുണ്ട്. ഒന്നാമത്തെ. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മളെ കൊണ്ട് പറ്റൂല. എനിക്ക് നല്ല എൻ്റെ നാട്ടിലുള്ള ആരെ കൊണ്ടും അങ്ങനെ ഒരു പ്രത്യേക ഡ്രസ് ഇട്ട് ഇൻസൈഡ് ആക്കിയിട്ട് എല്ലാ ദിവസവും പോകാൻ പറ്റൂല. അത് നമുക്ക് ഒരു എന്തോ പിടിച്ചേറ്റിയ പോലത്തെ ഒരു ഫീലാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിപ്പോൾ നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എടുത്ത് ഒരു പാൻറ്റിൽ വന്നാൽ തന്നെ നമുക്ക് കയ്യടിയ വെക്കണ്ടേ കാലടിയ വെക്കണ്ടേ ഇന്നൊരു നമുക്കൊരു കൺഫ്യൂഷൻ. നമുക്കതിനെ പറ്റി വലിയ ഇതില്ല. ചില സ്റ്റേജിലെല്ലാം ഇപ്പോൾ ഇങ്ങനെ പോയാൽ തന്നെ അവർ നിൽക്കുന്നതിൻ്റെ ഒരു ഇതല്ലേ. എന്നാൽ എന്ത് പറഞ്ഞാലും നമുക്ക് നിൽക്കാനൊരു ഇത് എന്നാൽ അതിൻ്റെ ഇത് എനിക്കറിയില്ല, അങ്ങനെ ഒരു ഇത്. പക്ഷേ നമ്മളെപ്പോഴും പറയലുണ്ട് ഒരു കാര്യം, നമ്മൾ എന്താ പറയുക താഴെ നിൽക്കുക, നമുക്ക് വീഴേണ്ട വരില്ല. നമ്മളല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ഉള്ളത്. എനിക്കിപ്പോൾ ഇതൊന്നും ഇനി അങ്ങനെയൊന്നും അല്ല. പെട്ടെന്നൊരു നാൾ ഇതെല്ലാം ഇതായി കഴിഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ തന്നെ ബസ്സിലോ നമുക്ക് ചെയ്യാം. നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഉള്ളത്. നമ്മളിതെല്ലാം മറന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ചിലരെല്ലാം പറയും ഇത് ഇങ്ങനെയല്ല, നമുക്കത് കിട്ടിയ അവസരത്തിൽ നമ്മളത് കയറി പോകണമെന്ന്. പക്ഷെ നമ്മളെ കൊണ്ട് അതിന് ശരിക്കും സാധിക്കുന്നില്ല. അതെന്നാണ് അതിൻ്റെ ഇത് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മളതിനായിട്ട് നമ്മളെ ഈ ജീവിതമായിട്ട് നമ്മളത് അങ്ങ് കൂടി പോയതുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തേടി പോയി നിൽക്കാൻ പറ്റുന്നില്ല. 2 ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെയോ ഓളിയൊന്നും അല്ലെങ്കിൽ ആരും എൻ്റെ മരുമക്കളെ ആയാലും ആരും കാണാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. എനിക്ക് ദൂരത്ത് എനിക്ക് പോയാലും വേഗം ഇവരെല്ലാം ഒന്ന് കാണണം. എടിങ്ങ് പോയാൽ എനിക്ക് കൂടി എത്തണം നാട്ടിൽ. ഇങ്ങനത്തെ എല്ലാം എന്താ പറയുക അമ്മേൻ്റെ ചേച്ചിമാരെല്ലാം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടാന്ന് തോന്നി. അങ്ങനത്തെ കുറച്ച് സംഭവം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചുറ്റുപാടും ഒക്കെയാണ് കാണിക്കുന്നത്, വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ എങ്കിലും ഇത് സക്സസ് ആയി തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതമൊക്കെ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു റവന്യൂ ആയിട്ട് വരുമാനമായിട്ട് മാറി തുടങ്ങുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതെപ്പോൾ മുതലാണ് ശരിക്കും തോന്നി തുടങ്ങിയത്? കൊറോണ സമയത്ത് നമ്മളിത് തുടങ്ങിയത്. അന്നേരം എനിക്ക് സത്യം പറഞ്ഞ ചാനലോട് ഞാനും കൊറോണയുടെ സമയത്ത്. അതെ, നന്നായി. അപ്പോൾ അന്നേരം എനിക്ക് എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് അടിച്ചാലാണ് ഇതിന് പൈസ കിട്ടുമെന്ന് ഞാൻ വിളിച്ചത്. ഒരു ലൈക്കിന് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഇട്ട വീഡിയോക്ക് 27 ലൈക്ക് അങ്ങ് വന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു 27 ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, ഇതെങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ 27 ഉറുപ്പിക കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും ഇത് വർക്കാക്കേണ്ട അറിയില്ല. നമ്മൾ ചെങ്ങായി വന്നിട്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവനും അത് വർക്കാക്കേണ്ട സംഭവം അത്ര ഇതറിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. നമ്മളിങ്ങനെ ചെയ്യുന്ന ചങ്ങാതി എനിക്കൊന്ന് കാണണം കേട്ടോ. പിന്നെ തീർച്ചയായും. അപ്പം നാട്ടിൽ തന്നെ ഉള്ളൊരു നമ്മളെ പോലെ നമ്മൾ ഒരുമിച്ച് പണിയെടുക്കുന്നത് പെയിൻറ്റർ ജിതി. അപ്പോൾ എവിടെയായിരുന്നു ജോലി? അന്നേരം നാട്ടിൽ ബസ്സിൽ പണിയെടുക്കുന്നത്. ബസ് കൊടുത്തിനേനു ഒരു കൊറോണക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കുറച്ച് ചെറുപ്പക്കാർ കൂടി എടുത്ത ബസ്സാണ്. അവരത് കൊടുത്തോണ്ട് എനിക്ക് പണിയില്ലാണ്ടായി. ആ പണിയില്ലാത്ത സമയത്ത് ചെറിയ അമ്മക്കൊരു ഹാർട്ടിനൊരു ഇത് വന്നിരുന്നു. പിന്നെ അത് കുറച്ച് നമ്മൾ നീട്ടി കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വൈഫിനൊരു ഓപ്പറേഷൻ വന്നു ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ആദ്യമെല്ലാം നമ്മൾ ചാനലിലെ ഒരു സന്തോഷത്തിൽ പോയി. അങ്ങനെ വെറുതെ അങ്ങനെയാണെങ്കിൽ അന്നേരം ആർക്കും ഒന്നും പണിയില്ലല്ലോ. എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ ആദ്യമേ തുടക്കം പറയുമ്പോൾ എല്ലാം പറയണം.